നമസ്കാരം. നിർമ്മിത ബുദ്ധി വികസനത്തിനായി ഇന്ത്യയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ഒരുങ്ങി മൈക്രോസോഫ്റ്റ് രംഗത്തേക്ക് വരുമ്പോൾ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന തീരുമാനം എന്നതുകൂടി വിലയിരുത്തുമ്പോൾ ട്രംപിന്റെ നിർബന്ധവും വാശിയും കാരണം ഇന്ത്യക്കാരെ മുഴുവൻ അമേരിക്കയിൽ നിന്ന് അടിച്ചു പുറത്താക്കി ടെക് ഭീമന്മാരിൽ നിന്ന് ഇന്ത്യയെ അകറ്റി നിർത്തി മുൾമുനയിൽ നിർത്തി വരുതിയിൽ കൊണ്ടുവരാമെന്നുള്ള അതിമോഹത്തിന് കൂടി കൂട്ടുവീഴുകയാണ്. ഏഷ്യയിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും മോദിയുമായി കൈകോർത്ത് മൈക്രോസോഫ്റ്റ് നടത്താൻ പോകുന്നത്. മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ച 1.5 ലക്ഷം കോടി വിലയുള്ള AI നിക്ഷേപം സാധാരണ ഒരു സാമ്പത്തിക പ്രഖ്യാപനം മാത്രമല്ല, ഇന്ത്യയുടെ ഭാവിയെ തന്നെ പുതുക്കി എഴുതാനുള്ള പുതിയ വാതിലാണ്. ഈ നിക്ഷേപം ഏഷ്യയിലെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത എന്ന നിലയിൽ ചരിത്രത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ പിന്നിലെ മുഖ്യശക്തി വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമായി. ഭാരതത്തെ ആഗോള സാങ്കേതിക ശക്തിയാക്കി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ 5 വർഷത്തിലേറെയായി പിന്തുടർന്ന ദീർഘദൂരദൃഷ്ടിയും സ്ഥിരതയുമുള്ള പ്രവർത്തന രീതി. സത്യ നദല്ലെ നേരിട്ട് പ്രഖ്യാപിച്ചത് മോദിയുമായി നടത്തിയ ഫലപ്രദമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായി. ഇതുതന്നെ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനികൾക്ക് വിശ്വാസത്തിന്റെ കേന്ദ്രമാകുന്നതിന്റെ തെളിവാവുകയാണ്. മാറുന്ന ലോകത്തിൽ AI ഏറ്റവും നിർണായകമായ ശക്തിയായി ഉയർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വഴിയൊരുക്കിയത് മോദി സർക്കാരിന്റെ ദൂരദർശിത്വമാണ്. ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇന്ത്യ, ഭാരത് AI എന്നിങ്ങനെ ഓരോ പദ്ധതിയും ഇന്ന് ഈ മഹാനിക്ഷേപത്തിലേക്ക് വഴി തുറന്ന പടികളാണ്. ഇന്ത്യയിലെ AI സൗകര്യ നിർമ്മിതിക്ക് ഈ വൻ നിക്ഷേപം നൽകുന്ന പ്രോത്സാഹനം ലളിതമായ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ചെറിയ നിക്ഷേപവും സാധ്യതയും മാത്രമല്ല, രാജ്യത്തെ യുവജനങ്ങൾക്ക് അതിലില്ലാത്ത അവസരങ്ങളാണ് അത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് കൂടി ഓർക്കണം. ഡാറ്റാ സെന്ററുകൾ, ക്ലൗഡ് സേവനങ്ങൾ, ദേശീയ AI ഹബ്ബുകൾ, ഉയർന്ന നിലവാരത്തിലുള്ള AI പരിശീലന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടി ഇന്ത്യയെ ലോകത്തിന്റെ AI തലസ്ഥാനമായി ഉയർത്താനുള്ള ശക്തമായ അടിത്തറയാകും ഇനി രൂപപ്പെടുക. മോദിയുടെ നേതൃത്വത്തിലെ നയപരമായ സ്ഥിരതയും നിക്ഷേപക സൗഹൃദ അന്തരീക്ഷവും ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള നിക്ഷേപം ഒരിക്കലും ഇന്ത്യയിൽ എത്തുമായിരുന്നില്ല. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ടെക് ഭീമന്മാർക്ക് മോദിയുടെ ഭരണ ഏകോപനത്തിലും സാമ്പത്തിക ശാസ്ത്രീയതയിലും അരക്കെട്ടുറപ്പിച്ച വിശ്വാസം വീണ്ടും ദൃഢമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ ലോകം താല്പര്യം കാണിക്കുന്നത് മോദി സർക്കാരിന്റെ പ്രവർത്തനമാണ്, വാഗ്ദാനമല്ല. അത് കണ്ടുകൊണ്ട് ലോകം കാണുന്ന തെളിവാണ്. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം ഇന്ത്യയിൽ സാങ്കേതിക നിരൂപണവും ഡിജിറ്റൽ സൗകര്യങ്ങളും വല്ലാതെ വളർന്നു കഴിഞ്ഞു. അതിന്റെ ഫലമാണ് ഇന്ന് മൈക്രോസോഫ്റ്റ് പോലെ ഒരു വൻകിട കമ്പനി ഇത്രയും വലിയ നിക്ഷേപം ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. ഈ നിക്ഷേപം ഇന്ത്യക്ക് തൊഴിലവസരങ്ങളുടെ പുതിയ ലോകം തുറക്കുകയും സ്റ്റാർട്ടപ്പ് ലോകത്തേക്ക് വൻ ചിറകുകൾ നൽകുകയും വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയിൽ AI ഏറ്റവും വേഗത്തിൽ മുന്നേറുന്ന മേഖലയായി തീരുമെന്നതിൽ സംശയമില്ല. അതിന്റെ അടിത്തറ ഭദ്രമായി ഒരുക്കിയിരിക്കുന്നത് മോദി സർക്കാർ തന്നെയാണ്. മൈക്രോസോഫ്റ്റിന്റെ ഈ ചരിത്ര നിക്ഷേപം മോദി എന്ന ശക്തനായ നേതാവിന്റെ ദിശാബോധവും ലോകത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ശേഷിയും തെളിയിക്കുകയാണ്. വികസനത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതല്ല, വികസനമാണ് തന്റെ രാഷ്ട്രീയമെന്ന് മോദി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇന്ത്യയെ ഡിജിറ്റൽ ഭാവിയിലേക്ക് നയിക്കുന്ന ദൃഢസങ്കല്പവും സ്ഥിരവീക്ഷണവുമാണ് ഇന്ന് ലോകത്തെ ടെക് ഭീമന്മാരെ ഇന്ത്യയുടെ പക്കൽ കൊണ്ടുവന്ന് നിർത്തിക്കുന്നത്. ഇന്ത്യ ഉയരുന്നത് യാദൃച്ഛികമല്ല, അതൊരു ദിശയും ദർശനവുമുള്ള നേതൃത്വത്തിന്റെ ഫലമാണ്. അതിന്റെ പേരാണ് നരേന്ദ്രമോദി.